ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു? നമ്മളും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാൻ ചെറിയൊരു ഡൈമ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് കേട്ടോ. കുറേ ആയില്ലേ ഡൈമ ലൈഫൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. കുട്ടികളൊന്നും ഇവിടെ ഇല്ല, കുട്ടികളൊക്കെ സ്കൂളിൽ പോയതാണ്. അപ്പോൾ അവർ പോയ സമയത്ത് എനിക്ക് വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റുള്ളൂ. കാരണം ബഹളമൊന്നും ഉണ്ടാവില്ലല്ലോ, സൗണ്ടും ഇതൊന്നും ഉണ്ടാവില്ല. മറ്റേ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വികൃതി കാണിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു സ്കൂളിൽ പോയിക്കാണ്. അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ജനലും തുറക്കും കേട്ടോ. അപ്പം കുറച്ച് പണികളൊക്കെ ഉണ്ട്. അടിച്ചു വരണം, തുടക്കണം, അലക്കണം, പിന്നെ ചോറ് വെക്കണം, കറി പിന്നെ നിലത്തുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. പിന്നെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാം കേട്ടോ. അപ്പോൾ മിറ്റം ഞാനിന്ന് അടിക്കണില്ല. ഇന്നലെ വൈകുന്നേരം അടിച്ചു വരികയാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ മിറ്റം അടിക്കണില്ല. ഞാൻ മിറ്റം കാണിച്ചു തരാം. വേസ്റ്റൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. മുറ്റത്ത് അങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കണ്ടോ. ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരു മഗ്‌രിബിൻ്റെ മുന്നേ ഞാൻ അടിച്ചു വരിയതാട്ടോ. അപ്പോൾ അതുകൊണ്ട് വേസ്റ്റൊന്നുമില്ല. പിന്നെ കഴിച്ച് ഞാൻ എപ്പോഴും വീട്ടിൽ ഒറ്റക്കാവുമ്പോൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ആദ്യം ഫ്രണ്ടിൽ വാതിൽ കുറ്റിയിടും കേട്ടോ. വാതിൽ കുറ്റിയിടും. കാരണം അങ്ങനെ ചെയ്യണം. നമ്മൾ ലേഡീസ് ഒറ്റക്കൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഈ ജനൽ, ഇവിടുത്തെ ജനൽ ഇപ്പോൾ ഞാൻ തുറന്നിട്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ക്ലീനിങ് നടക്കണം, ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ പണ്ടല്ലോ, ഞാനിനി അടുക്കളയിലോട്ടോ റൂമിലോട്ടോ പോകണമെങ്കിൽ ജനൽ ഞാൻ ക്ലോസ് ചെയ്യും കേട്ടോ. കാരണം ഡോറിൻ്റെ അടുത്ത് തന്നെ ജനലായതുകൊണ്ട് പേടിക്കണം. അപ്പോൾ ക്ലീനിങ് ഒക്കെ തുടങ്ങട്ടെ കേട്ടോ. ഞാനിവിടെ ഈ നമ്മളെ ഹാളിൽ ഒരു അലമാരുണ്ട് കേട്ടോ, ഷെൽഫുണ്ട്. അപ്പോൾ അവിടെ കുട്ടികൾ മദ്രസക്കൊക്കെ പോകണ പർദ്ദ, മോന് മദ്രസക്ക് പോകുമ്പോൾ ഇടുന്ന പാൻറ്റും ടീഷർട്ടും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി മടക്കി വെച്ച്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇക്ക ഇങ്ങോട്ട് വരും. അപ്പോൾ ഇക്ക ഫുഡ് കൊണ്ടുപോകില്ല. അപ്പോൾ ബാഗ് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ബാഗ് ഇവിടെ തന്നെ വെക്കാം. ഞാൻ നേരെ അതൊക്കെ അടിച്ചു വരണം. പിന്നെ റൂമിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. എന്നാലും ഒന്ന് തട്ടിയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ഒന്ന് അടിച്ചു വരണം, തുടക്കണം. തുടച്ചൊക്കെയാണ് ഞാനിന്ന് അലക്കണത്. അപ്പോൾ അടിച്ചു വരട്ടെ. അങ്ങനെ റൂമൊക്കെ അടിച്ച് വരൽ കഴിഞ്ഞു കേട്ടോ. ബെഡ്റൂം അടിച്ച് വരൽ കഴിഞ്ഞ് നേരെ ഹാളിലോട്ടാട്ടോ പോണത്. ഹാള് അടിച്ചൊരു കഴിഞ്ഞപ്പോൾ നേരെ കിച്ചണിൽ. പിന്നെ ഞാൻ പിന്നെ അകത്തൊക്കെ ഈർക്കിളി ചൂലുകൊണ്ടാട്ടോ അടിച്ചു വരൽ. മറ്റേ ചൂലില്ല, ഈർക്കിളി ചൂലുകൊണ്ട് അടിച്ചു വരൽ. അങ്ങനെ ഹാളൊക്കെ അടിച്ചു വരി കഴിഞ്ഞു. അടുത്ത കിച്ചണാണ്. അടിച്ചു വരൽ കഴിഞ്ഞാൽ പിന്നെ പാത്രം മോറാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാരണം കുട്ടികൾ നമ്മളൊക്കെ രാവിലെ ഫുഡ് കഴിച്ച പാത്രങ്ങളുണ്ട്. പിന്നെ കുട്ടികൾ മദ്രസ ഇട്ട് വന്നപ്പോൾ കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അങ്ങനെ സിങ്കിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ മോറാണ്ട് അടിച്ചു വരി കഴിഞ്ഞിട്ട് മോറണം. പിന്നെ ഇവിടെ നിറച്ച് കറുത്ത ഉറുമ്പുകളുണ്ട് ഇഷ്ടം പോലെ. എത്ര അടിച്ചു വാരിയാലും കാണാം. കുറേ വട്ടം അടിച്ചു വാരിയാലും ഉള്ളിലോട്ട് തന്നെ ഇങ്ങനെ വരും കേട്ടോ. ഭയങ്കര അടുങ്ങാറായിരിക്കണം. ഇടയ്ക്ക് ചിലതൊക്കെ ഭയങ്കര കടി കടിക്കും കാൽമേൽ. നമ്മൾ കുളർക്കാത്ത സമയത്തായിരിക്കും വന്ന് കടിക്കുക. അപ്പോൾ അതിനെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറുമ്പിനെ കൊണ്ട്. പിന്നെ വേസ്റ്റുകളൊക്കെ പഞ്ചായത്തുകാർ കൊണ്ടുപോകണോണ്ട് നമ്മൾ ഈ കവറിൽ ഇടാം കേട്ടോ.
പ്ലാസ്റ്റിക് ആണെങ്കിലും പേപ്പർ ആണെങ്കിലും എന്താണെങ്കിലും ഈ കവറിലോട്ട് ഇടലാണ്. അടിച്ചുവരൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇനി ഫുഡിൻ്റെ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിലാക്കിയിട്ട് അത് വേസ്റ്റ് ഇടുന്ന ഒരു കോയിലുണ്ട്, അതിലോട്ട് കൊണ്ടുപോയിടണം. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റണം കേട്ടോ, വേസ്റ്റൊക്കെ ഉള്ളത്. പിന്നെ ഇനിയിപ്പോൾ ഗ്യാസ് അടുപ്പ് തുടക്കണം. ഞാൻ ഗ്യാസിൻ്റെ അടുപ്പ് തുടക്കാൻ വേണ്ടി പോവാണ്. ഗ്യാസ് അടുപ്പ് തുടച്ച് കഴിഞ്ഞതിന് ശേഷം ആ തിണ്ടും വീതിനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ ഞാൻ അതൊക്കെ തുടക്കലുണ്ട്. അങ്ങനെ ഗ്യാസ് അടുപ്പും അവിടുത്തെ വീതനൊക്കെ തുടച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഇവിടുത്തെ വാഷ് ബേസ് ഉള്ള ഈ ഏരിയയിലുള്ള തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. റൈസ് അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ട് കേട്ടോ, അതൊക്കെ മോറി എടുക്കട്ടെ കേട്ടോ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. മുത്തുമണികളെ ഞാൻ തുടക്കാൻ പോവാട്ടോ. തുടച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാണാം കേട്ടോ. അതിന് ഫ്രഷ് ആയിട്ടൊക്കെ കാണാം. ഡ്രസ്സുകളൊക്കെ അലക്കട്ടെ കേട്ടോ, ഡ്രസ്സ് ഇതൊക്കെ അലക്കാനാണ്. അപ്പോൾ അതൊക്കെ അലക്കി കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യം തന്നെ മറന്നു പോയിട്ടോ. ഞാൻ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് കിടന്നുറങ്ങി. പിന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വന്നിട്ടുണ്ട് കേട്ടോ, അവർക്കൊക്കെ ചായ കൊടുത്തു. അപ്പോഴാണ് ഓർത്തത് വ്ളോഗ് മുഴുവനാക്കിയിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരമായി, സമയം 5 മണിയാവാനായി ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് എനിക്ക് കുമ്പളങ്ങയും മോരുകറി, കുമ്പളങ്ങ വെച്ചിട്ട് മോരുകറി വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ. ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോ.